സത്യനന്ദിക്കാട് പടം ഹൃദയപൂർവ്വം. എനിക്കറിയാം ഐ എം ക്വൈറ്റ് ലേറ്റ് ടു ദ പാർട്ടി എന്ന്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലോക മാനിയ, ലോക ഫീവർ ആ സ്ഥാനത്തിൽ പെട്ടുപോയി. ഫസ്റ്റ് ഡേ ആദ്യത്തെ ഷോ തന്നെ ഞാൻ സിനിമ പോയി കണ്ടതാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞിട്ടും ഈ ക്യാരക്ടേഴ്സ് ഒന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് തന്നെ ഡിസ്കഷൻ ഉള്ളൂ. ഈ കല്യാണി പ്രിയദർശന്റെ ക്യാരക്ടർ, ആ ഫോറസ്റ്റിലുള്ള ഫൈറ്റ് സീക്വൻസ്, ആ കൊച്ചിന്റെ പെർഫോമൻസ്, ആ മിത്തോളജിക്കൽ എലമെന്റ്സ് എങ്ങനെ ഇവര് കണക്ട് ചെയ്തു, ഡയറക്ടറിന്റെ വിഷൻ, ക്യാമിയോസിന്റെ പ്ലേസ്മെന്റ്. അഗെയിൻ വീണ്ടും ആ സിനിമ കാണാൻ ഒരു ത്വര വന്നോണ്ടേയിരുന്നു. ഒരു ലൂപ്പിൽ പെട്ട ഒരു അവസ്ഥയായിരുന്നു. രണ്ടാമത് എന്നിട്ട് ആ സിനിമ പോയി കണ്ടപ്പോഴാണ് മനസ്സമാധാനം പറഞ്ഞ സാധനം കിട്ടിയത്. അതുകൊണ്ടാണ് വൈകിയത്. ലോക സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു സിനിമാ പ്രേമി അല്ലെങ്കിൽ ദ വൺ ഹു ലവ് സിനിമ അവർക്കൊരു പീക്ക് ലെവൽ സാറ്റിസ്ഫാക്ഷനെ കിട്ടുമെങ്കിൽ ഹൃദയപൂർവ്വം കണ്ടു കഴിഞ്ഞാൽ പീസ്ഫുൾ വൈബാ. സമാധാനത്തിൽ വരാം. ഒരു മനസ്സിൽ ഒരു ടെൻഷൻ കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സോ യൂഷ്വലി എന്നെ പറ്റിയിട്ട് എല്ലാവരും പറയാറുള്ളതാണ് നീ OTT പെറ്റി കിടക്കണതാണെന്ന്. പക്ഷെ ലാലേട്ടന്റെ ഒരു പടം ഇന്നേ വരെ ഞാൻ തിയേറ്ററിൽ കാണാതിരുന്നിട്ടില്ല. ആ ഒരു ലാലേട്ടൻ ഫാനാണ് ഞാൻ. ബേസിക്കലി ഞാൻ ലാലേട്ടൻ ഫാനാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് ഈ തരുൺ മൂർത്തി പറഞ്ഞ പോലെ സ്ലീപ്പർ സെൽ ഫാൻ അല്ല ഞാൻ. ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല പറയും. പക്ഷെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല മോഹൻലാലിനെ അഭിനയിക്കാൻ അറിയില്ല എന്ന്. സോ ഞാൻ ഇന്ന് രാവിലെ 11:30 ഷോക്കാ പോയത്. പോയ സമയത്ത് കുറെ രസകരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടു. ഞാൻ അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് കുറെ ഫാമിലീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരാട്ടോ. വൈകിട്ട് ചേച്ചിമാർ ഇങ്ങനെ അവര് ഭർത്താവിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു ഇത് നമ്മുടെ ലാലേട്ടനാണെന്ന് തന്നെ തോന്നുന്നില്ല, എന്ത് ഭംഗിയാണ്, അങ്ങനെയൊക്കെയാണ് അവർ